ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ആവുല് വിളയിക്കാം അല്ലേ? അപ്പോൾ അതിനൊരു ചട്ടി അടപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാൻ കപ്പലണ്ടി വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുറച്ച് സമയം എടുത്ത് തന്നെയാണ് കേട്ടോ ഞാൻ കപ്പലണ്ടിക്കുരു വറുത്തെടുത്തത്. അപ്പോൾ കൈ വെച്ച് ഇങ്ങനെ തെറ്റിച്ച് നോക്കുമ്പോൾ കണ്ട തോലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊട്ടിപ്പോകും. അതാണ് നമ്മളെ കപ്പലണ്ടി വറുത്ത് വരുന്നതിൻ്റെ പാകം അറിയണത് കേട്ടോ. അപ്പോൾ നമ്മളെ കപ്പലണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കിലോന് അവല്, 1/2 കിലോ കപ്പലണ്ടി, പിന്നെ 3 അച്ച് ശർക്കരയും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കപ്പലണ്ടി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ നമ്മുടെ നെയ്യിൽ കിടന്നിട്ട്. ഞാനിവിടെ പച്ചക്കപ്പലണ്ടി വാങ്ങിയിട്ട് വറുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ വറുത്ത കപ്പലണ്ടി വാങ്ങിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ നെയ്യിൽ വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ കപ്പലണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് കോരി മാറ്റുന്നുണ്ട് അടപ്പത്തുനിന്ന്. ഇനി നമ്മൾ കപ്പലണ്ടി വറുത്തെടുത്ത അതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ച അവലുണ്ടല്ലോ അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അവലിനെ നമുക്ക്. അപ്പോൾ ഞാനിനി അവല് നല്ലപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അവല് മുരിഞ്ഞോന്ന് അറിയാനായിട്ട് കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ. അപ്പോൾ നമ്മുടെ അവലിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കപ്പലണ്ടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. ഈ ഏലക്കാപ്പൊടി നമ്മളുടെ അവലിൽ എല്ലായിടത്തും ആവണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മധുരം കുറവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ 3 അച്ച് ശർക്കര എന്നുള്ളത് 4 അച്ച് ശർക്കര എടുത്തിട്ട് ഉരുക്കി ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നല്ല പോലെ തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വറുത്ത് വെച്ചാൽ ഒരുപാട് ദിവസം നമുക്ക് ഇതിൻ്റെ മുരിച്ചിലൊന്നും പോവാതെ തന്നെ ഇരിക്കും കേട്ടോ. ഒരു എയർടൈറ്റുള്ള പാത്രത്തിൽ അടച്ച് മൂടി വെച്ചാൽ മതി. അപ്പോൾ പുറത്തേക്ക് പോണവർക്ക് കൊണ്ടുപോകാനും കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ലൊരു പലഹാരമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ അവലിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവല് വിളയിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം. ഞാനിപ്പോൾ ഇതൊരു ചില്ലിൻ്റെ പാത്രത്തിൽ എടുത്തിട്ട് അടച്ച് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഇത് കേടുകൂടാതെ ഇതുപോലെ തന്നെ തണുക്കാതിരുന്നോളൂ കേട്ടോ. നല്ല മുരിച്ചിലോടുകൂടി തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.